ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുപ്പിക്കുള്ളിലെ അധോലോകം. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ബേസിക്കൽ മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഫസ്റ്റ് ചാപ്റ്ററിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അത് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മസ്റ്റായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് എൻജിൻസ്. അതായത് ഹീറ്റ് എൻജിൻ്റെ രണ്ട് ടൈപ്പ്, 4 സ്ട്രോക്കും ഉണ്ട്, 2 സ്ട്രോക്കും ഉണ്ട്. നമുക്കറിയാം. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ. ഹീറ്റ് എൻജിനെ നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. IC എഞ്ചിനും അതുപോലെ EC എഞ്ചിൻ എന്ന് പറയും. നമുക്ക് അത് നോക്കാം. എ ഹീറ്റ് എൻജിൻ ഈസ് എ സിസ്റ്റം ദാറ്റ് കൺവേർട്സ് ഹീറ്റ് ഓർ തെർമൽ എനർജി ടു മെക്കാനിക്കൽ എനർജി വിച്ച് ക്യാൻ ബി യൂസ്ഡ് ടു ഡു മെക്കാനിക്കൽ വർക്ക്. എന്ന് പറഞ്ഞാൽ ഹീറ്റ് അല്ലെങ്കിൽ തെർമൽ എനർജീനെ മെക്കാനിക്കൽ എനർജിയാക്കി മാറ്റുന്ന ഒരു ഡിവൈസാണ് ഹീറ്റ് എൻജിൻ എന്ന് നമുക്കറിയാലോ. അതാണ് ഡെഫിനിഷൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ, രണ്ട് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിൻ. ഇനി നമുക്ക് ഇൻറ്റേർണൽ കമ്പഷൻ എൻജിൻ എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് എക്സ്റ്റേണൽ കമ്പഷൻ എൻജിനാണ്. An external combustion engine is a type of heat engine that uses an external heat source to heat a working fluid and that heat is used for inducing useful mechanical work. അതായത് നമ്മൾ അഡീഷണൽ ആയിട്ട് പുറത്തുനിന്ന് ഒരു ഹീറ്റ് സോഴ്സ് കൊടുത്തിട്ട് ആ ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്ത് അതുമൂലം ഉണ്ടാകുന്ന ഹീറ്റിനെ നമുക്ക് വേണ്ട മെക്കാനിക്കൽ വർക്കാക്കി മാറ്റുന്നു. നമ്മളെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാനുള്ള യൂസ്ഫുൾ തിങ് ആയിട്ട് നമ്മൾ ആ ഹീറ്റിനെ എടുക്കുകയാണ്. അതായത് നമ്മൾക്ക് വേണ്ട ഹീറ്റിനെ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഓഫ് എനർജി വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ എക്സ്റ്റേണലായിട്ട് നമ്മൾ ഹീറ്റ് കൊടുത്തിട്ട് ആ വർക്കിംഗ് ഫ്ലൂയിഡിനെ ഹീറ്റ് ചെയ്യുന്നു. അപ്പോൾ ഒരു ടെമ്പറേച്ചർ റൈസ് ഉണ്ടാവില്ല. അതുമൂലം ഉണ്ടാകുന്ന ടെമ്പറേച്ചർ റൈസിനെ നമ്മൾ മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അത്രയേ ഉള്ളൂ. ഓക്കെ. ഇനി രണ്ട് എക്സാമ്പിളാണ് സ്റ്റീം എൻജിനും സ്റ്റീം ടർബൈനും. അതെന്തൊക്കെയാണ് നമ്മൾ ഫർദറായിട്ടുള്ള വീഡിയോസിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ ഒക്കെ ഫിഗേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി നമുക്ക് IC എൻജിനാണ് അടുത്ത സാധനം. IC എൻജിൻ എന്താണെന്ന് നോക്കാം. An internal combustion engine ICE is a type of heat engine that produces heat inside the engine and that heat is used for inducing useful mechanical work. നേരത്തെ നമ്മൾ എക്സ്റ്റേണൽ ആയിട്ടൊരു ഹീറ്റ് സോഴ്സ് കൊടുക്കാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇവിടെ എന്താ, ഹീറ്റ് ഇൻസൈഡ് ദ എൻജിൻ തന്നെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഹീറ്റിനെയാണ് നമ്മുടെ മെക്കാനിക്കൽ വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. നമ്മൾ എക്സ്റ്റേണൽ സോഴ്സ് ഒന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻസ് പഠിച്ച് വയ്ക്കാം, നോക്കി വയ്ക്കാം. എക്സാമ്പിൾ ഇതിൻ്റെ പറയുന്നത് ഡീസൽ എഞ്ചിൻ, പെട്രോൾ എഞ്ചിൻ, അതായത് നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന എൻജിൻസിനെയാണ്. അതെന്ന് പറയുന്നത് IC എഞ്ചിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ. ഇത് തന്നിരിക്കുന്നത് ഒരു എൻജിൻ്റെ ഫിഗറാണ്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ, നമുക്ക് ക്ലാസിഫിക്കേഷൻ ഓഫ് IC എൻജിൻസ് നോക്കാം. These are several bases of classification of IC engines. ഇത് ചിലപ്പോൾ ചില ക്വസ്റ്റ്യൻസിന് നമുക്ക് എഴുതേണ്ടി വരുന്ന ജസ്റ്റ് ഈ പോയിൻറ്റ്സ് മാത്രമേ എഴുതേണ്ടി വരുള്ളൂ. ഇതിലെ എക്സാമ്പിൾസ് ഡീറ്റെയിൽ ചെയ്യേണ്ടി വരില്ല. ജസ്റ്റ് നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ. ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ബേസിസിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിൻറ്റ്സ് എഴുതിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഓരോന്നിനെയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യണം. ഓക്കെ. കൂടുതലും ജസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ മതി എന്നുള്ള രീതിയാണ് കണ്ടേക്കുന്നത്. ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്നുണ്ടെങ്കിൽ, ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തമായിട്ട് ഡിഫൈൻ ചെയ്ത് എഴുതാം. ഒന്നുമില്ല, സിമ്പിൾ കാര്യങ്ങൾ തന്നെയാണ്. സമയത്തിനനുസരിച്ചിട്ട് നമുക്ക് എഴുതാൻ പറ്റും. അത്ര വലിയ ടഫുള്ളൊരു എക്സാം ഒന്നും ആയിരിക്കില്ല. ബേസിക് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിൻ്റെ ഈസി ആയിരിക്കും, ഫിഗേഴ്സൊക്കെ നോക്കി വെച്ചാൽ തന്നെ. നമുക്ക് ഓരോന്ന് നോക്കാം. നമ്പർ ഓഫ് സ്ട്രോക്സ് പെർ സൈക്കിൾ വെച്ചിട്ട് ക്ലാസിഫൈ ചെയ്തേക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. IC engines can be classified as 4 stroke and 2 stroke engines. In 4 stroke engine, the thermodynamic cycle is completed in 4 stroke of the piston or 2 revolution of the crankshaft. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഭാഗം ശ്രദ്ധിച്ചോ. ഞാൻ അവിടെ ഒന്നും കൂടെ പറയാം, പക്ഷേ ജസ്റ്റ് ഇവിടെ നിന്ന് ഓർമ്മിപ്പിക്കുകയാണ്. 4 സ്ട്രോക്ക് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് 4 സ്ട്രോക്ക് എന്നായിരിക്കില്ല ചോദിക്കുക. എക്സ്പ്ലെയിൻ ദ എൻജിൻ വിത്ത് 2 revolutions ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് ചോദിക്കും. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് 4 സ്ട്രോക്ക് എഞ്ചിനെ പറ്റിയാണ് ചോദിച്ചേക്കുന്നത്. അതുപോലെ ഇൻ 2 സ്ട്രോക്ക് എഞ്ചിൻസ് ദ തെർമോഡൈനാമിക് സൈക്കിൾ ഈസ് കംപ്ലീറ്റഡ് ഇൻ 2 സ്ട്രോക്സ് ഓഫ് ദ പിസ്റ്റൺ ഓർ 1 revolution. അപ്പോൾ 1 revolutionുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 സ്ട്രോക്ക് എഴുതണം. 2 revolutionുള്ള ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 സ്ട്രോക്ക് എഴുതണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ അത് ശ്രദ്ധിക്കണം. ഞാനത് അവിടെ ഒന്നും കൂടെ പറയാം. The thermodynamic cycle is completed in 2 strokes of the piston
or 1 revolution of the crankshaft. ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻ. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നേച്ചർ ഓഫ് തെർമോഡൈനാമിക് സൈക്കിളിൻ്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഐസി എഞ്ചിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഓട്ടോ സൈക്കിൾ, ഡീസൽ സൈക്കിൾ ആൻഡ് ഡ്യുവൽ സൈക്കിൾ എഞ്ചിൻ. ഇത് ജസ്റ്റ് 3 എക്സാമ്പിൾ പഠിച്ചു കഴിഞ്ഞാൽ മതി. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ, ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് 3 തെർമോഡൈനാമിക് സൈക്കിൾസ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോ സൈക്കിളുണ്ട്, ഡീസൽ സൈക്കിളുണ്ട്, ഡ്യുവൽ സൈക്കിൾ. ഇങ്ങനെ 3 എഞ്ചിൻസ് ആണുള്ളത്. ഈ 3 എടുത്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് അറിയേണ്ടവർക്ക് വേണ്ടി പറഞ്ഞുതരാം. ഇനി ഓട്ടോ സൈക്കിൾ എഞ്ചിൻ ഹീറ്റ് അഡീഷൻ ആൻഡ് ഹീറ്റ് റിജക്ഷൻ ഒക്കെ സെറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം. അതായത് കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണ് ഈ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ, അഡീഷനും റിജക്ഷനും ഹീറ്റിൻ്റെ നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഓട്ടോ സൈക്കിൾ എന്ന് പറയും. ഇനി ഹീറ്റ് അഡീഷൻ കോൺസ്റ്റൻറ്റ് പ്രഷറിലും ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റൻറ്റ് വോളിയത്തിലാണെന്നുണ്ടെങ്കിൽ അതിനെ എന്ത് സൈക്കിൾ എന്ന് വിളിക്കും? ഡീസൽ സൈക്കിൾ എന്ന് വിളിക്കും. പിന്നെ ഡുവൽ സൈക്കിൾ ആണെന്നുണ്ടെങ്കിൽ ഹീറ്റ് അഡീഷൻ പാർട്ട്ലി അറ്റ് കോൺസ്റ്റൻറ്റ് വോളിയം ആൻഡ് പാർട്ട്ലി അറ്റ്, അതായത് പകുതി കോൺസ്റ്റൻറ്റ് പ്രഷറിലും പകുതി കോൺസ്റ്റൻറ്റ് വോളിയത്തിലുമാണ് ഹീറ്റ് അഡീഷൻ നടക്കുന്നതെങ്കിലും, അതുപോലെ ഹീറ്റ് റിജക്ഷൻ കോൺസ്റ്റൻറ്റ് വോളിയത്തിലുമാണ് നടക്കുന്നതെങ്കിൽ ആ പ്രോസസ്സിനെയാണ് ഡുവൽ സൈക്കിൾ എന്ന് പറയുന്നത്. പിന്നെ ഇഗ്നീഷൻ സിസ്റ്റംസ് എന്ന് പറയുമ്പോൾ, അതായത് സ്പാർക്ക് ഇഗ്നീഷനും ഉണ്ട്, സെൽഫ് ഓർ കംപ്രസ്ഡ് ഇഗ്നീഷനും ഉണ്ട്. സ്പാർക്ക് ഇഗ്നീഷനിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കംപ്രഷൻ സ്ട്രോക്ക് നടക്കുന്നതിൻ്റെ എൻഡിലായിട്ട് ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടായിരിക്കും. ആ സ്പാർക്ക് പ്ലഗിൽ നിന്ന് ഒരു സ്പാർക്ക് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയുണ്ട്. പിന്നെ കംപ്രസ്ഡ് ഇഗ്നീഷൻ ടെമ്പറേച്ചർ ഓഫ് ഫ്യൂൽ ഇൻക്രീസ് ഡ്യൂ ടു സെൽഫ് ഇഗ്നീഷൻ പോയിന്റ് ബൈ കംപ്രഷൻ ദ എയർ അലോൺ ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് കംപ്രഷൻ ഫ്യൂൽ. അതായത് ഇവിടെ കംപ്രഷൻ കംപ്ലീറ്റ് ആയിട്ട് നടന്നിട്ട് ആ ഫൈനൽ പ്രോസസ്സിൽ ഫ്യൂവൽ ആ സിലിണ്ടറിലേക്ക് ഇഞ്ചെക്റ്റ് ചെയ്യുകയാണ്. അതിനാണ് കംപ്രസ്ഡ് ഇഗ്നീഷൻ അല്ലെങ്കിൽ സെൽഫ് ഇഗ്നീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത്ര നോക്കേണ്ട ആവശ്യമില്ല. അത് ആ എക്സാമ്പിൾ ഇതാണ് അതിൻ്റെ ക്ലാസിഫിക്കേഷൻസെന്നും ഇതിൻ്റെ ഹെഡിങ്സും ജസ്റ്റ് നോക്കുക. പിന്നെ 1-2 എക്സാമ്പിളും ജസ്റ്റ് നോക്കിയത് ഇൻ കേസ് എന്തെങ്കിലും എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതാൻ വേണ്ടിയിട്ട് മാത്രം. ഓക്കെ, ഓൺ ദ ബേസിസ് ഓഫ് ഫ്യൂവൽ യൂസ്ഡ് ഐസി എഞ്ചിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഗ്യാസ് എഞ്ചിൻസ് ലൈക്ക് CNG, നാച്ചുറൽ ഗ്യാസ് എക്സെട്ര, പെട്രോൾ എഞ്ചിൻ, ഡീസൽ എഞ്ചിൻ, ബൈ ഫ്യൂവൽ എഞ്ചിൻ എക്സെട്ര. അത് ഫ്യൂവൽ യൂസിനനുസരിച്ചിട്ടാണ് ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. പിന്നെ അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടേഴ്സ്. അക്കോർഡിംഗ് ടു ദ അറേഞ്ച്മെൻറ്റ് ഓഫ് സിലിണ്ടേഴ്സ് ഐസി എഞ്ചിൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇൻലൈൻ എഞ്ചിൻ, V എഞ്ചിൻ. അതിനൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഇല്ല, ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കാം. വേണമെങ്കിൽ 1-2 എക്സാമ്പിൾ പഠിച്ചു വെച്ചോളെ. പിന്നെ കൂളിംഗ് സിസ്റ്റംസ് നമുക്കറിയാം. എല്ലാ ഹീറ്റ് എഞ്ചിൻ നമ്മൾ ഈ വണ്ടി യൂസ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഐസി എഞ്ചിൻ പെട്ടെന്ന് നമ്മുടെ വണ്ടിയുടെ എഞ്ചിനൊക്കെ പെട്ടെന്ന് ചൂടാവുന്നതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിനെയൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ വണ്ടിയിൽ തന്നെ ഉണ്ടായിരിക്കും. കാറിൻ്റെ ആണെങ്കിൽ റേഡിയേറ്റർ നമുക്ക് അങ്ങനെ അറിയാമല്ലോ, കൂളൻ്റ് റേഡിയേറ്ററൊക്കെ കാറിലുണ്ടല്ലോ. അപ്പോൾ അതിനെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു ക്ലാസിഫിക്കേഷനാണ്. ദർ ആർ 2 types ഓഫ് കൂളിംഗ് സിസ്റ്റംസ് ഇൻ ഐസി എഞ്ചിൻസ്, വാട്ടർ കൂളിംഗ് ആൻഡ് എയർ കൂളിംഗ്. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് എയർ കൂളിംഗ് ഉണ്ട്, ഒന്ന് വാട്ടർ കൂളിംഗ് ഉണ്ട്. വാട്ടർ കൂളിംഗിൽ കൂളൻ്റ് ആൻഡ് റേഡിയേറ്റേഴ്സ് ആർ പ്രൊവൈഡ് ടു കൂൾ ദ സിലിണ്ടർ. ഇൻ എയർ കൂളിംഗ് ഫിൻസ് ആർ പ്രൊവൈഡഡ് ഓൺ ദ സർഫസ് ഓഫ് ദ സിലിണ്ടർ. അതായത് ഒരു ഗ്യാപ്പ് ഇട്ടുണ്ടാവും, അതിൽ എയർ പാസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൂളാവും. പിന്നെ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂവൽ സപ്ലൈ വീതം വെച്ചിട്ടാണ് പറയുന്നത്. അതായത് കാർബറേറ്റർ എഞ്ചിൻ ഉണ്ട്, എയർ ഇഞ്ചക്ഷൻ എഞ്ചിൻ ഉണ്ട്, അതായത് എയർലെസ് ഓർ സോളിഡ് ഓർ മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ എഞ്ചിൻസ്. അങ്ങനെ 3 ടൈപ്പ് എഞ്ചിൻസ് ഉണ്ട്. കാർബറേറ്റർ എഞ്ചിനിൽ എന്ന് പറഞ്ഞാൽ എയറും ഫ്യൂവലും പ്രോപ്പറായിട്ട് മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് ഇതിലേക്ക് സിലിണ്ടറിലേക്ക് വിടുന്നത്. പിന്നെ എയർ ഇഞ്ചക്ഷൻ എഞ്ചിനിലാണെന്നുണ്ടെങ്കിൽ ഒരു കംപ്രസ്ഡ് എയർ, അതായത് എയറിനെ കംപ്രസ് ചെയ്തതിനു ശേഷമാണ് അതിലേക്ക് വിടുന്നത്. ഇൻ മെക്കാനിക്കൽ ഇഞ്ചക്ഷൻ എഞ്ചിൻസ് ദ ഫ്യൂൽ ഈസ് ഇഞ്ചക്റ്റഡ് ഇൻ ടു ദ സിലിണ്ടർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് മെക്കാനിക്കൽ പമ്പ് ആൻഡ് നോസിൽ. അവിടെ ഒരു മെക്കാനിക്കൽ പമ്പ് നോസിലൊക്കെ ഉണ്ടായിരിക്കും ആ ഫ്യൂൽ പമ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ജസ്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഫസ്റ്റ്, ജസ്റ്റ് ആ 8 പോയിൻറ്റ്സ് നോക്കി വെച്ചാൽ മതി ക്ലാസിഫിക്കേഷൻസ്. പിന്നെ ഇതിൻ്റെ എക്സ്പ്ലനേഷൻസാണ് ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത്. അത് ജസ്റ്റ് 1-2 എക്സാമ്പിൾ മാത്രം ജസ്റ്റ് നോക്കി വെച്ചാൽ മതി ഓരോന്നിൻ്റെ. ക്ലാസിഫിക്കേഷൻ ചോദിച്ചാൽ 8 പോയിൻറ്റ്സ് എഴുതിയാലും നമുക്ക് മാർക്ക് കിട്ടും. പിന്നെ ഇനി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഹീറ്റ് എഞ്ചിനിലെ 4 സ്ട്രോക്കിന്, അതായത് സൈക്കിൾ ബേസ്ഡ് ക്ലാസിഫിക്കേഷനില്ലേ, നമ്പർ ഓഫ് സൈക്കിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അതിൻ്റെ 2 എക്സാമ്പിൾ ആയിട്ടുള്ള 4 സ്ട്രോക്കും 2 സ്ട്രോക്കുമാണ് നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒക്കെ കേസ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിഗറാണ് ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. ഫിഗർ വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. ഫിഗർ വരച്ചിട്ട് ജസ്റ്റ് ഒന്ന് നമ്മൾ എന്താ ചെയ്തതെന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇതെന്താ ഈ പ്രോസസ്സ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നോക്കിക്കോളി, ഈ പിസ്റ്റൺ റോഡ്, ഇതിൽ ഓരോ പോയിൻറ്റ്സിനെ പരിചയപ്പെടാം. ഇത് പിസ്റ്റൺ ആണ്, ഇതെന്ന് പറയുന്നത് കണക്റ്റിംഗ് റോഡാണ്, ഇതെന്ന് പറഞ്ഞാൽ ക്രാങ്ക് ഷാഫ്റ്റാണ്.
അപ്പോൾ ഈ ഇൻടേക്ക് ഇവിടെ ഒരു ഇൻടേക്ക് വാൾവും ഉണ്ട്, ഇവിടെ ഒരു എക്സോസ്റ്റ് വാൾവും ഉണ്ട്. ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്പാർക്ക് പ്ലഗ് ഉണ്ടാവും. ഇനി അത് ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഫ്യൂവൽ ഇഞ്ചക്ടർ ആണ് ഉണ്ടാവുക. ഓക്കെ, ഫ്യൂവൽ ഇഞ്ചക്ടറാണ് ഡീസലാണ് ഉണ്ടാവുക. പെട്രോൾ എഞ്ചിനാണെങ്കിൽ അവിടെ ഒരു സ്പാർക്ക് പ്ലഗ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഇതുവഴി ഇവിടെ എയർ ഫ്യൂവൽ മിക്സ്ചർ വരുന്നത് ഇൻടേക്ക് വാൾവ് വഴിയാണ് നമുക്കറിയാം. അപ്പോൾ ഇവിടെ ഈ ക്രാങ്ക് ഷാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യും. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു 4 സ്ട്രോക്ക് എഞ്ചിനല്ലേ. 4 സ്ട്രോക്ക് എഞ്ചിനിലാവുമ്പോൾ അതായത് ഈ ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ ഒരു സ്ട്രോക്കായി, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ നോക്കിക്കോ 4 സ്ട്രോക്ക് എഞ്ചിനാണ്. പക്ഷേ ഇവിടെ എത്ര റെവല്യൂഷൻ നടക്കുന്നത്? 1. ഓക്കെ, 1 ആയില്ലേ. 2 റെവല്യൂഷൻ. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ ഡയറക്റ്റ് 4 സ്ട്രോക്കിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയത്തില്ല. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് എ സിസ്റ്റം, അല്ല, വർക്കിംഗ് ഓഫ് എ IC എൻജിൻ വിത്ത് 2 റെവല്യൂഷൻ എന്ന് പറയും ഒരു പക്ഷേ. 2 റെവല്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ 4 സ്ട്രോക്ക് വിത്ത് 2 റെവല്യൂഷൻ, അതായത് 4 സ്ട്രോക്ക് ഉണ്ട്, 2 റെവല്യൂഷൻ. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 4 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിലെ 4 സ്ട്രോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സക്ഷൻ സ്ട്രോക്ക് ഉണ്ട്, കംപ്രഷൻ ഉണ്ട്, എക്സ്പാൻഷൻ ഉണ്ട്, എക്സോസ്റ്റ് സ്ട്രോക്ക് ഉണ്ട്. അത് ഈ സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയാണ് പറഞ്ഞത് ഫസ്റ്റ്. ഇങ്ങനെ ജസ്റ്റ് അത് ആക്ഷനാണ്, നിങ്ങളത് ഇതിനല്ല സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന പ്രോസസ്സിനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഫസ്റ്റ് സ്ട്രോക്കിൽ എന്താ നടക്കുന്നത് നോക്കാം. സക്ഷൻ സ്ട്രോക്ക്. സക്ഷൻ സ്ട്രോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈ പിസ്റ്റൺ റോഡ് ഇങ്ങോട്ട് ക്രാങ്ക് ഷാഫ്റ്റ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു എയറിൻ്റെ സക്ഷൻ നടന്നില്ലേ. അപ്പോൾ അതുമൂലം ഇവിടെ ഒരു സക്ഷൻ നടന്നു. അപ്പോൾ ഇവിടെ എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ഇവിടേക്ക് എൻ്ററായി. ഇനി സക്ഷൻ കഴിഞ്ഞാൽ എന്താ ഇവിടെ നടക്കുന്നത്? അടുത്ത സ്ട്രോക്കാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഷാഫ്റ്റ് ഇങ്ങോട്ട് പോകുമ്പോൾ ഈ പിസ്റ്റൺ മേലോട്ട് പോയല്ലോ. ഈ മൂവ്മെൻറ്റ് മൂലം ഇവിടെ ഉള്ള എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ ഇവിടെ നിന്ന് കംപ്രസ്സായി. അതിനാണ് കംപ്രഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തുള്ള സ്ട്രോക്കാണ് എക്സ്പാൻഷൻ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അത് ഈ കംപ്രഷൻ ഇവിടെ നടന്നതിന് ശേഷം ഇവിടെ എത്തുമ്പോൾ ഒരു സ്പാർക്ക് പ്ലഗ് ഉണ്ടല്ലോ, ഞാൻ പറഞ്ഞല്ലോ, ഇതുമൂലം ഒരു സ്പാർക്ക് ഉണ്ടാകുന്നു. ആ സ്പാർക്ക് കാരണം അവിടെ ഒരു കമ്പഷൻ സംഭവിക്കുന്നത്. അപ്പോൾ കമ്പഷൻ കാരണം ഒരു എക്സ്പാൻഷൻ. അതാണ് ഇവിടെ അടുത്ത സ്ട്രോക്കിൽ കാണിക്കുന്നത്. ഈ കമ്പഷൻ കാരണം ഈ സ്ട്രോക്കിൽ ഇവിടുത്തെ എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ കമ്പഷൻ ചെയ്തിട്ട് ഇവിടെ എക്സ്പാൻഷൻ നടക്കുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫോഴ്സ് താഴോട്ടല്ലേ വരുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് പോയി വീണ്ടും. അപ്പോൾ ഇനി ഇവിടെ ആ ഫ്യൂവൽ ബേൺ ആയി കഴിഞ്ഞു. അപ്പോൾ ഇനി ഇതിൻ്റെ റിമൈനിങ് ആയിട്ടുള്ള ഇത് കത്തി തീർന്നില്ലേ, ആ മിക്സ്ചർ പുറത്തോട്ട് എക്സോസ്റ്റ് വാൾവ് വഴി പോകുന്നു. ഇവിടെ എന്ന് പറയുമ്പോൾ എക്സോസ്റ്റ് വാൾവ് ക്ലോസ്ഡ് ആണ്, ഇൻടേക്ക് വാൾവ് മാത്രം ഓപ്പൺ ആണ്. എന്നിട്ട് ഈ സ്ട്രോക്കിലെത്തുന്ന സമയത്ത് രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും, ഇവിടെ രണ്ടും ക്ലോസ്ഡ് ആയിരിക്കും. പിന്നെ അവസാനം എക്സോസ്റ്റ് വാൾവ് ആകുമ്പോൾ ഇവിടെ ക്ലോസ്ഡ് ആയിരിക്കും, ഇവിടെ ഓപ്പൺ ആയിരിക്കും. ഇതുവഴി നിന്നിട്ട് അത് പുറത്തേക്ക് പോകും, കമ്പഷൻ കഴിഞ്ഞ ഗ്യാസ്. ഓക്കെ, ഈ പ്രോസസ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇതാണ് ഒരു 4 സ്ട്രോക്ക് എൻജിനിൽ നടക്കുന്ന പ്രോസസ്സ്. ഇനി എനിക്ക് വരയ്ക്കാൻ ഈ ഫിഗർക്ക് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് ഞാൻ സിമ്പിളായിട്ട് നമുക്ക് എക്സാമിന് എങ്ങനെ വരയ്ക്കേണ്ടതെന്ന് ഉള്ള ഫിഗർ ഞാൻ കാണിച്ചു തരാം. ആ ഫിഗർ വരച്ചാൽ മതി, ഇത് മാർക്ക് കിട്ടും. ഇതാ ജസ്റ്റ് സിലിണ്ടർ വരയ്ക്കുക, പിസ്റ്റൺ, പിന്നെ അവിടെ 2 വാൾവ് കാണിക്കാം, ഇൻലെറ്റ് വാൾവും എക്സോസ്റ്റ് വാൾവും, പിന്നെ ഒരു സ്പാർക്ക് പ്ലഗ് ഇങ്ങനെയാണ് വരയ്ക്കുക. ഓക്കെ ആണല്ലോ. പിന്നെ ഇവിടെ ഒരു ക്രാങ്കിലേക്ക് ഇത് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഫസ്റ്റ് ഇത് കണക്റ്റിംഗ് റോഡാണ്, ഇത് ക്രാങ്ക് ഷാഫ്റ്റാണ്. ഇതിങ്ങനെ റൊട്ടേഷൻ നടക്കുന്നത്. അടുത്ത പ്രോസസ്സിലാകുമ്പോൾ ഇത് ഇങ്ങോട്ട് വരയ്ക്കുന്നത്, സെയിം പ്രോസസ്സ്. ഇത് മുകളിലോട്ട് ഒരു ഏരോ ഇടുന്നത്, കാരണം കംപ്രഷനാണ് അടുത്ത സ്ട്രോക്കിൽ നടക്കുന്നത്. ഇനി അടുത്തതെന്ന് പറയുമ്പോൾ ഇവിടെ കമ്പഷൻ നടന്നതിന് ശേഷം ഇത് എക്സ്പാൻഡ് ആവുമല്ലേ, അപ്പോൾ താഴോട്ട് ഈ പിസ്റ്റൺ മൂവ് ആകുന്നു. അതിൻ്റെ ഫിഗർ ഇങ്ങനെ വീണ്ടും ഈ ക്രാങ്ക് ഷാഫ്റ്റ് ഇവിടെ എത്തി. അപ്പോൾ എന്തായി? ഇത് മുകളിലോട്ട്. അപ്പോൾ ഈ എക്സോസ്റ്റ് വാൾവ് വഴി ബേൺ ചെയ്ത ഗ്യാസുകൾ പുറത്തോട്ട് പോകുന്നു. ഈ ഒരു ഫിഗർ വരച്ചാൽ മതി കേട്ടോ. എക്സാമിന് ഇങ്ങനെ ഈ ഫിഗറാണ് വരയ്ക്കേണ്ടത്. ഓക്കെ അല്ലേ? ഇനി അടുത്തത് നോക്കാം.
ഇപ്പോൾ ഞാൻ ഈ മലയാളത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ രീതിയിൽ തന്നെ ഇംഗ്ലീഷ് ആക്കിയിട്ട് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് ഫുൾ മാർക്ക് കിട്ടും ഈ ഒരു ക്വസ്റ്റിന്, 4 സ്ട്രോക്ക് എഞ്ചിൻ്റെ ക്വസ്റ്റിന്. ഒന്നുമില്ല, ജസ്റ്റ് എന്താ ഫസ്റ്റ് പ്രോസസ് എന്തായിരുന്നു, ഇൻലെറ്റ് വാൾവ് വഴി എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ എൻറ്റേഴ്സ് ടു ദ സിലിണ്ടർ ത്രൂ ഇൻടേക്ക് വാൾവ് അല്ലെങ്കിൽ ഇൻലെറ്റ് വാൾവ്. ദിസ് പ്രോസസ് ഈസ് ഡൺ ഇൻ ദ ഫസ്റ്റ് പ്രോസസ് ദാറ്റ് ഈസ് called suction stroke, and in second process the compression occurs. The piston move upwards and the air plus fuel mixture is compressed here. പിന്നെ അടുത്തതാണ് എക്സ്പാൻഷൻ പ്രോസസ്. The compressed air plus fuel mixture is ignited by using a spark plug, and it causes the expansion and piston will move downwards. Again, due to the motion of the crankshaft, the piston moves upward and hence this combustion occurred. Air plus fuel mixture is gone out through exhaust valve. ഇത്ര എഴുതിയാൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ നിങ്ങൾക്ക് തോന്നുന്ന ഈ പ്രോസസ്സിനെ എങ്ങനെയാണ് എഴുതാൻ കഴിയുന്നത് ആ രീതിയിൽ എഴുതുക. നിങ്ങൾക്ക് പ്രോസസ്സ് മനസ്സിലായല്ലോ, ബാക്കിയൊക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് എഴുതിയാൽ മതി. ഫിഗറിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. ഞാൻ ആ കാണിച്ചു തന്ന എക്സാമിന് വരയ്ക്കണമെന്ന് പറഞ്ഞ് കാണിച്ചു തന്ന നോട്ടിൽ ഫിഗർ ഉണ്ടല്ലോ, ആ ഫിഗറാണ് ഇമ്പോർട്ടൻറ്റ്. അത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം മാർക്ക് കിട്ടും. എന്നിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളതാണ് 2 സ്ട്രോക്ക് എൻജിൻ. 2 സ്ട്രോക്കിൽ എന്താ നടക്കുന്നതെന്ന് നോക്കാം നമുക്ക്. 2 സ്ട്രോക്കിൽ എങ്ങനെയാണ് നടക്കുന്ന പ്രോസസ്സ്, അതായത് ഫ്യൂൽ മിക്സ്ചർ ഇതിയാണ് വരുന്നത്, എൻ്റർ ആവുന്നു ഈ വാൾവ് വഴി. ഈ വാൾവ് വഴി എൻ്റർ ആയിട്ട് ഇവിടെ ഫില്ലാവും. ഓക്കെ, എന്നിട്ട് അപ്പോൾ ഈ പിസ്റ്റൺ ഇവിടെയാണല്ലോ. ഇനി ഈ ക്രാങ്ക് റൊട്ടേറ്റ് ആവുമ്പോൾ ഈ പിസ്റ്റൺ താഴോട്ട് വരില്ലേ. ഈ പിസ്റ്റൺ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെയുള്ള ഫ്യൂൽ മിക്സ്ചർ ഇവിടുത്തെ ട്രാൻസ്ഫർ പോർട്ട് വഴി, ഇതിനെയാണ് പറയുന്നത് ട്രാൻസ്ഫർ പോർട്ട് എന്ന്. ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി മുകളിലോട്ട് പോകുന്നത്. അപ്പോൾ ഈ പിസ്റ്റൺ താഴെയല്ലേ, അപ്പോൾ ഇനി ഇവിടേക്ക് ഇത് എൻ്റർ ആവുന്നത് ഇതുണ്ടോ, സെക്കൻഡ് ഫിഗറിലുണ്ടോ, ഇവിടേക്ക് ഇത് എൻ്ററായിട്ട് ഇപ്പോൾ ഇവിടുത്തെ കംപ്ലീറ്റ് ഫ്യൂൽ മിക്സ്ചേഴ്സ് ഇവിടേക്ക് എൻ്ററായി. അതേസമയം ഇവിടെ കമ്പഷൻ നടന്നിട്ടുണ്ടായിരിക്കും. ഇതിൻ്റെ മുന്നേ ഉണ്ടായിരുന്ന ഒരു ഫിഗറിൽ മുമ്പ് ഉണ്ടായിരുന്ന മിക്സ്ചർ കാരണം ഒരു കമ്പഷൻ നടന്നിട്ടുണ്ടാവുമല്ലോ, അതിന് ശേഷം ഉണ്ടായിട്ടുള്ള പ്രൊഡക്ട്സ് ഉണ്ടാവില്ല, എക്സോസ്റ്റ് ആയിട്ട് പുറത്തോട്ട് പോകും. അതായത് ബേൺ ചെയ്ത ഫ്യൂവൽസ് പുറത്തോട്ട് പോകും. അതേ സമയം തന്നെയാണ് ഇവിടെ പുതിയതായിട്ടുള്ള ഫ്യൂവൽ മിക്സ്ചർ എൻ്റർ ആവുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇതിന് കുറച്ച് എഫിഷ്യൻസി കുറവുണ്ടായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാൻ പറ്റും, ഇവിടുന്ന് എൻ്റർ ആവുന്ന സമയത്ത് ഈ എക്സോസ്റ്റ് വഴി ഓൾറെഡി കമ്പഷൻ നടന്ന ഫ്യൂവൽസ് പോകുന്നുണ്ട്. അതിൻ്റെ ഒപ്പം കുറച്ച് എയർ പ്ലസ് ഫ്യൂവൽ മിക്സ്ചർ, അതായത് പുതിയതായിട്ട് നമ്മൾ കൊടുത്ത മിക്സ്ചറും കുറച്ച് പോകും. അപ്പോൾ അതിൻ്റെ എഫിഷ്യൻസി കുറച്ച് കുറയുന്നുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കഴിയില്ല. കുറച്ച് നമ്മൾ ഈ കൊടുക്കുന്ന ഫ്യൂവൽ മിക്സ്ചർ പുതിയതായിട്ട് കൊടുക്കുന്നത് പുറത്തോട്ട് പോകും ഇതിൻ്റെ കൂടെ എക്സോസ്റ്റ് വഴി. അപ്പോൾ അങ്ങനൊരു ലോസ് ഇതിലുണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് ഇത് മറ്റേതിൻ്റെ അത്ര എഫിഷ്യൻ്റ് അല്ല എന്ന് പറയാം. ഓക്കെ, ഇതുവഴി എൻ്റർ ആവുന്നത് ഇപ്പോൾ പിസ്റ്റൺ മുകളിലായിരുന്നു. എന്നിട്ട് ഈ ക്രാങ്ക് ഷാഫ്റ്റ് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ, അതായത് കമ്പഷൻ നടക്കുമ്പോൾ എക്സ്പാൻഡ് ആവുമല്ലോ. അപ്പോൾ ആ എക്സ്പാൻഷൻ മൂലം ഈ പിസ്റ്റൺ താഴോട്ട് വരും. അപ്പോൾ ആ താഴോട്ട് വരുമ്പോൾ ഇവിടെ നടന്ന ഫ്യൂൽ മിക്സ്ചർ ഈ ട്രാൻസ്ഫർ പോർട്ട് വഴി മുകളിലോട്ട് പോകും. മുകളിലോട്ട് പോയിട്ട് ഇങ്ങനെ മുകളിലോട്ട് പോകുമ്പോൾ ഈ വാൾവ് ഓപ്പൺ ആകും, കാരണം പിസ്റ്റൺ താഴോട്ടല്ലേ. ഇവിടെ ഈ പിസ്റ്റൻ്റെ മൂവ്മെൻറ്റ് മൂലമാണ് ഇവിടെ വാൾവ്സ് എല്ലാം കൺട്രോൾ ആവുന്നത്. ഈ വാൾവ് ഇപ്പോൾ ക്ലോസ്ഡ് അല്ലേ, ഇനി ഇത് ഈ എക്സ്പാൻഷൻ കാരണം താഴോട്ട് പോയപ്പോൾ ഇവിടെ ഓപ്പണായി, അപ്പോൾ ഇത് ഓപ്പണായി. അപ്പോൾ അതുവഴി ഈ എക്സോസ്റ്റ് വഴി കമ്പഷൻ നടന്ന ഫ്യൂൽ പുറത്തോട്ട് പോകുന്നു. അതുപോലെ ഒപ്പം തന്നെ പുതിയതായിട്ട് കൊടുത്ത മിക്സ്ചർ ഉള്ളിലോട്ടും പോകുന്നു. ഇനി ഇത് വീണ്ടും മേലോട്ട് പോകുമ്പോൾ ഇവിടെ കമ്പഷൻ നടക്കുന്നു, വീണ്ടും താഴോട്ട് പോകുന്നു. ഇങ്ങനെ ഈ പ്രോസസ് റിപ്പീറ്റ് ആവും. ഇതിനാണ് 2 സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയുന്നത്. ഇതിലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരയ്ക്കേണ്ടത് ഈ ഫിഗറാണ്, ഞാൻ പറഞ്ഞുതരാം. 2 സ്ട്രോക്ക് എഞ്ചിൻ്റെ ഫിഗർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. അതായത് ഒരു ട്രാൻസ്ഫർ പോർട്ട് വരയ്ക്കണം, പിന്നെ ഇവിടെ ഒരു പിസ്റ്റൺ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്റ്റിംഗ് റോഡ്, ഇത് ക്രാങ്ക് കേസ്, ഇത് വരയ്ക്കണം ക്രാങ്ക് കേസ്. പിന്നെ ഇവിടെ സ്പാർക്ക് പ്ലഗ്. ഇത് ഫ്യൂൽ ഇഞ്ചക്ടർ വരയ്ക്കുന്നത് ഏതിൻ്റെ കേസിലാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡീസൽ എഞ്ചിനാണെന്നുണ്ടെങ്കിൽ. പെട്രോളാണെന്ന് വെച്ചാൽ സ്പാർക്ക് പ്ലഗ്.
അപ്പോൾ അതിൻ്റെ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് നമ്മൾ ആ പ്ലഗ് വരയ്ക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ബോക്സ് വരച്ച് വെച്ചാൽ മതി. ഓക്കെ, അത്ര ഡിഫറൻസ്, വരയ്ക്കുന്നതിൽ അത്ര ഡിഫറൻസ് ഉള്ളൂ. സ്പാർക്ക് പ്ലഗ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ, ഫ്യൂൽ ഇഞ്ചക്ടർ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ എന്താ നടക്കുന്നത്, 1 റെവല്യൂഷനാണ് പവർ നടക്കുന്നത്. അതായത് ഇങ്ങനെ വന്നു, ഈ ക്രാങ്ക് ഇവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കി. ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആക്കുമ്പോൾ എന്തായി, അവിടെ ഒരു സ്ട്രോക്ക് ജനറേറ്റ് ആയി. അതായത് 1 റെവല്യൂഷൻ ഗീവ്സ് പവർ ആണെന്നുണ്ടെങ്കിൽ അതൊരു 2 സ്ട്രോക്ക് എഞ്ചിനാണ്. 2 റെവല്യൂഷൻ ഗീവ്സ് പവർ ആണെന്നുണ്ടെങ്കിൽ അതൊരു മൾട്ടി സ്ട്രോക്ക് എഞ്ചിൻ എന്ന് പറയും. നമുക്ക് പഠിക്കാനുള്ളത് 4 സ്ട്രോക്ക് ആയതുകൊണ്ട് നമ്മൾ 4 സ്ട്രോക്ക് എഞ്ചിന് എടുക്കാൻ എക്സാമ്പിളായിട്ട്. ഓക്കെ ആണല്ലോ, ഫിഗർ ഏതാണ് വരയ്ക്കേണ്ടതെന്ന് മനസ്സിലായല്ലോ. ഇതിനെ ഈ ഫിഗർ വെച്ചതിന് ശേഷം എക്സ്പ്ലെയിൻ ആക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്യൂൽ മിക്സ്ചർ ഈസ് ഡ്രോൺ ഇൻ ടു ക്രാങ്ക് കേസ്, ദെൻ അറ്റ് ദിസ് ടൈം ദ ട്രാൻസ്ഫർ പോർട്ട് ഈസ് കവേർഡ്, and after that when the fuel is compressed and ignited, the piston will move downwards and it will cause the movement of air fuel mixture to go up through the transfer port into the burning region. The already compressed mixture will go out through the exhaust valve, and again this process is repeated. ഈ പ്രോസസ്സ് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഓക്കെ, ഇനി കമ്പാരിസനാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇത് എഴുതിയാൽ മതി. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 സ്ട്രോക്കിലാണെങ്കിൽ നമുക്കറിയാം 4 ഡിഫറെൻറ്റ് സ്ട്രോക്ക് ഉണ്ട്. 2 റെവല്യൂഷനാണ് പവർ ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇവിടെ 2 സ്ട്രോക്കാണ് വേണ്ടുള്ളൂ, 1 റെവല്യൂഷനാണ്. അപ്പോൾ അതുകൊണ്ട് എന്താ, ഇവിടെ നമുക്കറിയാം 2 റെവല്യൂഷനാണ് ഒരു പവർ സ്ട്രോക്ക് ജനറേറ്റ് ആകുന്നത്. ഇവിടെ ഒരു റെവല്യൂഷൻ തന്നെ പവർ സ്ട്രോക്ക് ജനറേറ്റ് ആവുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി എൻഡസ് ഇൻറ്റു ദ സിലിണ്ടറാണ്. ഇത് ഫസ്റ്റ് ക്രാങ്ക് കേസിലേക്കാണ് പോകുന്നത്, പിന്നെ ട്രാൻസ്ഫർ പോർട്ട് വഴിയാണ് സിലിണ്ടറിലേക്ക് പോകുന്നത്. ഓക്കെ, പിന്നെ കൺസിസ്റ്റ് ഓഫ് ഇൻലെറ്റ് ആൻഡ് എക്സോസ്റ്റ് വാൾസ് ഓപ്പറേറ്റഡ് ബൈ ക്യാം മെക്കാനിസം. ഇത് ക്യാം മെക്കാനിസം വഴിയാണ് ഇവിടെ ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിസ്റ്റൺ മൂവ്മെൻറ്റ്. 2 സ്ട്രോക്കിൽ എന്താണ്, പിസ്റ്റൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ്മെൻ്റ് അല്ല, വാൾവ് ക്ലോസ് ആവുന്ന ഓപ്പൺ ആവുന്ന ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ക്യാം മെക്കാനിസം ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ പിസ്റ്റൺ മൂവ്മെൻറ്റ് മൂലമാണ് വാൾവ് കൺട്രോൾ ചെയ്യുന്നത്. റിക്വയർലെസ് കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ, റിക്വയർസ് ഗ്രേറ്റർ കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ. പക്ഷേ ഇവിടെ കൂടുതൽ ഹീറ്റ് ജനറേറ്റ് ആകുന്നതുകൊണ്ടാണ് അവിടെ ഗ്രേറ്റർ കൂളിംഗ് ആവശ്യം വരുന്നത്. പിന്നെ ഇവിടെ മോർ ഫ്യൂവൽ ആവശ്യം വരുന്നുണ്ട്. കാരണം എന്താ, ഞാൻ പറഞ്ഞല്ലോ, കുറച്ച് ഫ്യൂൽ മിക്സ്ചർ എക്സോസ്റ്റ് വഴി പുറത്തോട്ട് പോകുന്നുണ്ട്. അതുകൊണ്ട് ഇവിടെ കൂടുതൽ ഫ്യൂവൽ കൺസ്യൂം ചെയ്യുന്നുണ്ട് 4 സ്ട്രോക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ മെക്കാനിക്കൽ എഫിഷ്യൻസി ഇതിനാണ് ഹൈ. കാരണം ഒരു റെവല്യൂഷൻ തന്നെ പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് കൂടുതൽ എഫിഷ്യൻ്റ് ആണ് മെക്കാനിക്കലായിട്ട്. 4 സ്ട്രോക്ക് എഞ്ചിൻ ഹെവി ആൻഡ് ബൾക്കിയാണ്. 2 സ്ട്രോക്ക് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ആണ്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓർത്ത് വെച്ചാൽ 4 സ്ട്രോക്ക് എന്താണ് നമ്മുടെ കാറിലും ബസ്സിലൊക്കെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഹെവി അല്ലേ, ഭയങ്കര ബൾക്കി ആയിട്ടുള്ള എൻജിൻസ് ആയതുകൊണ്ടാണ് അത് നമ്മൾ കാറിൽ ഇതിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അങ്ങനെ മനസ്സിലാക്കാമല്ലോ. പിന്നെ ലൈറ്റർ ആൻഡ് കോമ്പാക്റ്റ്, നമ്മുടെ ബൈക്കിലൊക്കെ നമ്മൾ 2 സ്ട്രോക്ക് എഞ്ചിനാണ് ഉണ്ടാവുക, പണ്ടത്തെ ബൈക്കുകളിലൊക്കെ. പിന്നെ ചില ഇതിൽ വ്യത്യാസമുണ്ട്. കൂടുതലും ബൈക്സിൽ 2 സ്ട്രോക്കാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതും ഡിഫറെൻറ്റ് ബിറ്റ്വീൻ 4 സ്ട്രോക്ക് ആൻഡ് 2 സ്ട്രോക്ക്. ജസ്റ്റ് നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെയാണ്, അത് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ആക്കിയിട്ട് വലുതാക്കി എഴുതിക്കുന്നു എന്നാണ്. നിങ്ങൾ ഏതെങ്കിലും കുറച്ച് പഠിച്ചാൽ മതി. പിന്നെ അടുത്തതാണ് ഈ കമ്പാരിസണും പഠിക്കണം. ഈ കമ്പാരിസൺ ഇമ്പോർട്ടൻ്റ് ആണ്. കമ്പാരിസൺ ബിറ്റ്വീൻ സെൽഫ് ഇഗ്നീഷൻ എൻജിൻസ് ആൻഡ് കംപ്രസ്ഡ് ഇഗ്നീഷൻ എൻജിൻസ്. സെൽഫ് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറഞ്ഞാൽ പെട്രോൾ എഞ്ചിനൊക്കെ അതിൽ വരുന്നതാണ്. പിന്നെ കംപ്രസ്ഡ് ഇഗ്നീഷൻ എഞ്ചിൻ എന്ന് പറയുന്നത് ഡീസൽ എഞ്ചിൻസൊക്കെ അതിൽ വരുന്നതാണ്. എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓട്ടോ സൈക്കിൾ ഓർ കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് അഡീഷൻ ആൻഡ് റിജക്ഷൻ സൈക്കിൾ. ഇവിടെ എന്ന് പറഞ്ഞാൽ ഓട്ടോ സൈക്കിൾ പറയുമ്പോൾ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷനും കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷനും ആയിട്ടുള്ള പ്രോസസ്സിനാണ് നമ്മൾ ഓട്ടോ സൈക്കിൾ എന്ന് പറയുന്നത്. ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ അതുപോലെ കംപ്രസ്ഡ് ഇഗ്നിഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ ഡീസൽ സൈക്കിൾ, അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷൻ ആൻഡ് കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ സൈക്കിൾ. അയ്യോ സോറി, ഞാൻ പറഞ്ഞതിലൊരു മാറ്റമുണ്ട്. ഓട്ടോ സൈക്കിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻറ്റ് വോളിയം പ്രോസസ്സാണ് രണ്ടും, ഹീറ്റ് അഡീഷനും ഹീറ്റ് റിജക്ഷനും. ഞാൻ പറഞ്ഞത് മാറിപ്പോയതാണ്. ഡീസൽ സൈക്കിളാണ് കോൺസ്റ്റൻറ്റ് പ്രഷർ ഹീറ്റ് അഡീഷനും കോൺസ്റ്റൻറ്റ് വോളിയം ഹീറ്റ് റിജക്ഷൻ നടക്കുന്നത്.
അങ്ങനെ എക്സ്പ്ലെയിൻ ആക്കണമെന്നില്ല. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഓട്ടോ സൈക്കിൾ, അതുപോലെ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഡിസി സൈക്കിൾ എന്ന് എഴുതി വെച്ചാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. പിന്നെ ഇത് ഹൈ വോളറ്റൈലാണ്, ഹൈ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഫ്യൂവലാണ്. എക്സാമ്പിൾ ഗ്യാസോലിനൊക്കെയാണ് ഇവിടെ ഉപയോഗിക്കുന്നത് സെൽഫ് ഇഗ്നിഷൻ എഞ്ചിൻസിൽ. പിന്നെ ഗ്യാസ് മിക്സ്ചർ ഓഫ് ഫ്യൂവൽ ആൻഡ് എയർ ഈസ് ഇൻഡ്യൂസ്ഡ് ഡ്യൂറിങ് ദ സക്ഷൻ സ്ട്രോക്ക്. കാർബറേറ്റർ ഇസ് നെസ്, അതായത് ഇവിടെ ഒരു കാർബറേറ്റർ ആവശ്യമാണ്, കാരണം എയറും ഫ്യൂവലും മിക്സ് ആക്കിയിട്ടാണ് ആ സിലിണ്ടറിലേക്ക് കടത്തി വിടുന്നത്. പിന്നെ ത്രോട്ടിലാണ് ഇവിടെ എത്ര ഫ്യൂവൽ മിക്സ്ചർ നൽകണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യുന്നത്. ഫോർ കമ്പഷൻ ഓഫ് ചാർജ് ജെറിക്കേഷൻ ഇഗ്നിഷൻ സിസ്റ്റം, അതായത് ഇവിടെ സ്പാർക്ക് പ്ലഗിൻ്റെ ആവശ്യമുണ്ട്. കംപ്രഷൻ റേഷ്യോ റേഞ്ചസ് ഫ്രം 6 to 10, അങ്ങനെ ഒരു 4-5 പോയിന്റ് പഠിച്ച് വയ്ക്കാം. അതുപോലെ തന്നെ കംപ്രഷൻ ഇഗ്നിഷനിൽ അതുപോലെ തന്നെ കമ്പാരിറ്റീവ്ലി ലോ വോൾട്ടേജ് ആൻഡ് ലോ സെൽഫ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഫ്യൂവലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എക്സാമ്പിൾ ഡീസൽ. പിന്നെ ഫ്യൂൽ ഈസ് ഇൻജക്റ്റഡ് അറ്റ് ഹൈ പ്രഷർ അറ്റ് ദ എൻഡ് ഓഫ് ദ കംപ്രഷൻ സ്ട്രോക്ക്. ഫ്യൂൽ പമ്പ് ആൻഡ് ഇൻജക്ടർ യൂണിറ്റ്സ് ആർ യൂസ്ഡ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കംപ്രഷൻ നടന്നതിൻ്റെ അവസാനമായിട്ടാണ് ഫ്യൂൽ ഇൻജക്റ്റ് ചെയ്യുന്നത്. കംപ്രഷൻ നടന്നിട്ട് അതിലേക്ക് ഫ്യൂൽ ഇൻജക്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. മറ്റവിടുത്തെ അങ്ങനെ സ്പാർക്ക് പ്ലഗ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഇഗ്നിഷൻ നടത്തുന്നത്, മറ്റവിടുത്തെ സെൽഫ് ഇഗ്നിഷനിൽ. പിന്നെ ദ ക്വാണ്ടിറ്റി ഓഫ് ഫ്യൂൽ ഈസ് റെഗുലേറ്റഡ് ഇൻ ദ പമ്പിലാണ്. എയർ ക്വാളിറ്റി ഈസ് നോട്ട് കൺട്രോൾഡ്, എയറിൻ്റെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുന്നില്ല. അങ്ങനെ കുറച്ച് പോയിൻറ്റ്സ് എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. പിന്നെ ഫിഗർ ഞാൻ പറഞ്ഞ ഫിഗേഴ്സ് രണ്ടും നോക്കി വയ്ക്കുക, അത് ഇമ്പോർട്ടൻ്റ് ആണ്. അത് വരച്ചാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം ഫുൾ മാർക്ക് ഈ ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് കിട്ടും. പിന്നെ ഈ കമ്പാരിസൺ നോക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ ആൻഡ് സപ്പോർട്ട്.